എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും മക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാൻ ഇന്ന് ഒരു ചിത്രം കാണുവാനിടയായി. അതിപ്രകാരമാണ്: ഒരു പേരയ്ക്ക മരത്തിൽ 2 പേരയ്ക്ക ഒരേ ബഡിൽ നിന്ന് തൂങ്ങി നിൽക്കുന്നു. അതിലൊന്ന് നല്ല മഞ്ഞ നിറത്തിൽ പഴുത്ത് നിൽക്കുന്നു, എന്നാൽ ഒന്ന് പച്ച നിറത്തിൽ പഴുക്കാതെ നിൽക്കുന്നു. രണ്ടും ഒരു മരത്തിൻ്റെ ഒരേ ബഡിൽ നിന്ന് ഉണ്ടായ ഫലങ്ങൾ ഒരു കമ്പിൽ തൂങ്ങി നിൽക്കുന്നു ഒരുപോലെ. ഒന്ന് പഴുത്തു, ഒന്ന് പഴുക്കാതിരിക്കുന്നു. ഇതിൽ നിന്ന് പ്രകൃതി നമ്മൾക്ക് നൽകുന്ന ഒരു വലിയ പാഠമുണ്ട്. ഒന്ന് പെട്ടെന്ന് പഴുത്തുവെങ്കിലും നല്ല ഫലമായി, മധുരമുള്ള ഫലമായെങ്കിലും മറ്റേ ഫലം പച്ചയായി തന്നെ നിൽക്കുകയാണ്. അതിൻ്റെ അർത്ഥം അത് പച്ചയായി നിൽക്കുമെന്നല്ല, അതിൻ്റെ സമയമാകുമ്പോൾ അതും പഴുക്കും. അപ്പോൾ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ, മുതിർന്നവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പാഠമുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കൂടെയുള്ളവരൊക്കെ പെട്ടെന്ന് ഫലം കായ്ക്കുന്നവരായി, ഉയർച്ചയിലേക്ക് പോകുന്നവരായി, സ്വാധീനമുള്ളവരായി, പണമുണ്ടാക്കുന്നവരായി ഒക്കെ ജീവിക്കുന്നത് കാണുമ്പോൾ ഞാനും അതുപോലെ വിദ്യാഭ്യാസമുള്ള മറ്റെല്ലാ വിധത്തിലുള്ള ഒരുപോലെ തന്നെ വളർന്നു വന്ന എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ന്യായമായ ഒരു ആകുലം കുഞ്ഞുങ്ങളെ പെട്ടെന്ന് പിടിക്കാവുന്നതാണ്. എൻ്റെ കൂടെ പഠിച്ച് ഞങ്ങൾ ഒരേ ഡിഗ്രിയിലായ ആൾക്ക് ജോലി കിട്ടി, നല്ല ഉന്നതമായ പൊസിഷനിലെത്തി, പക്ഷെ ഞാൻ മാത്രം ഇങ്ങനെ നിൽക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഈ തരത്തിലുള്ള ആകുലം ഉണ്ടാവാം. നമ്മൾ മറ്റൊരാളെ നോക്കി നമ്മുടെ ജീവിതത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നത് നല്ലതല്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ സമയം വരും. അതിന് നല്ല ക്ഷമയും സഹിഷ്ണുതയും ആവശ്യമാണ്. അങ്ങനെ നിലനിന്നാൽ തീർച്ചയായിട്ടും തക്ക സമയത്ത് സർവശക്തനായ ദൈവം നിങ്ങൾക്ക് ഉന്നതമായ വഴി കാണിച്ചു തരികയും നിങ്ങളുടെ ജീവിതത്തിലും നല്ല ഫലം കായ്ക്കുന്നവരായി, ഉന്നതമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നവരായി, ജീവിതത്തിൻ്റെ സന്തോഷം അനുഭവിക്കുന്നവരായി മാറുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് നിരാശപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് നമ്മളെ വല്ലാതെ അലട്ടി നമ്മുടെ സർവ്വ കഴിവുകളും താലന്തുകളും നശിപ്പിക്കുവാൻ കാരണമായി തീരും. അതുകൊണ്ട് നിരാശപ്പെടാതെ, സ്ട്രെസ്സിലാകാതെ നമ്മൾ ചെയ്യേണ്ടത്, പരിശ്രമിക്കേണ്ടത് തുടർമാനമായി ചെയ്തുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ലത് ദൈവം കരുതും. ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ദൈവകൃപയോടുകൂടെ മുന്നോട്ട് ചെയ്ത് പോവുക. God bless you all.